എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അവിയലിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു അവിയലാണ് വെക്കുന്നത്. അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടി, പച്ചമുളക് ഇട്ടാണ് വേവിക്കുന്നത്. അതിന് അരപ്പിന് വേണ്ടുന്ന ജീരകവും ചുമന്നുള്ളിയും തേങ്ങായും. അത് ഒരുപാട് അങ്ങ് അരയണ്ട, കുറച്ചരഞ്ഞാൽ മതി. കൊച്ചുള്ളി എത്രയും എടുക്കാമോ അത്രയും നല്ലതാണ്. പിന്നെ കൂർക്ക മെഴുക്കുവരട്ടി വെക്കാൻ പറ്റിക്കുക. അതും മോരുകറിയുണ്ട്, മീൻകറി, മത്തിക്കറി ഇരിപ്പുണ്ട്. ഉച്ചക്കത്തെ ഊണിന് ഞാനിതെല്ലാം കൂടെ ഒന്ന് അരയ്ക്കുകയോ അല്ല, എന്നാൽ ചതയിൽ ഇച്ചിരി കൂടെ ഒന്ന് ആക്കി വെച്ച് വരാം. അതെല്ലാം കൂടെ നമ്മൾ അരച്ചുകൊണ്ട് വന്ന ജീരകവും ചുവന്നുള്ളിയും തേങ്ങായും ഇതേപട്ട് വെന്തിട്ട് നമുക്ക് മിക്സാക്കി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിയലിൻ്റെ ആ ഒരു ചെറിയ തീയിൽ വേവാവും. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് വേണം. അവിയലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനമാണ്. പക്ഷേ എന്നാലും നമ്മളുണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു, അതാ ഉള്ളൂ. അവിയലൊക്കെ എല്ലാവർക്കും എല്ലാ വീടുകളിലും എങ്ങനെയായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കും. ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യാതെ ഇരിക്കുക ഇവിടെ. ഇതിനകത്ത് ഞങ്ങൾ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കെല്ലാം ഇന്ന് ഇച്ചിരി താമസിച്ച് പോയി. എല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. ഇത് ചെയ്യാൻ ഇന്നിപ്പോൾ ഇച്ചിരി ഒരു ഏത് തീയിടാനും ഒക്കെ ഉണ്ടായിരുന്നു കരിയിലേക്ക്. അതൊക്കെ തീയിട്ടെല്ലാം വന്ന് പിന്നെ കാപ്പി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും സമയമായി. ഭയങ്കര ചൂട്, ഇരിക്കത്തില്ല. അങ്ങനെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഈ ചൂടും പിടിച്ച് വെള്ളം ഞങ്ങൾക്ക് പൈപ്പ് ലൈനാണ്. പക്ഷെ വെള്ളം ആഴ്ച വരും, അതിനൊന്നും കുഴപ്പമില്ല. ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇനി നമുക്ക് അരപ്പിടാം. വേവായി. ഇനി അരപ്പ് കൂടെ ഒന്ന് വേവണം. ഇതിനകത്ത് ജീരകം, ചുമന്നുള്ളി, തേങ്ങ ഇത്രയും മാത്രമേ ഉള്ളൂ. തേങ്ങ എത്രയും നല്ലതുപോലെ അവിയൽ, ചക്ക ഇതിനൊക്കെ തേങ്ങ നല്ലതുപോലെ എങ്കിലേ ആ രുചി വരും. അവിയലിനായാലും ചക്കയ്ക്കായാലും. ചക്കയിലും വെള്ളം ഒഴിച്ച് കഴുകിയിടും. ഇച്ചിരി വെള്ളം, ഇത്തിരി ആയ വെള്ളം പോലെ ആയിരിക്കും അവിയൽ. ഇനി അരപ്പ് കിടന്നൊന്ന് വേഗട്ടെ. നമുക്കതുവരെ അടച്ചു വെക്കാം. കൂർക്കയ്ക്ക് വേവുണ്ട്. കൂർക്കയ്ക്ക് നല്ലപോലെ വേവുണ്ട്. അതിന് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ഇട്ടു, വേറെ ഒന്നും ഇട്ടില്ല. അതാ കൂർക്കയ്ക്ക് ആവശ്യം. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടു അങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. രണ്ട് രീതിയിലും വെക്കാം. പിന്നെ ഇത് കൂർക്ക തോരൻ വെക്കും, ചിലർ തോരൻ വെക്കും.
കൂർക്ക എണ്ണ ഒഴിച്ചു അടുപ്പയിലിട്ട് അതിനെ അവിടെ കിടന്ന് മുരിയട്ടെ. അവിയലപ്പോൾ ഇവിടെ കണ്ട വെള്ളം ഒഴിച്ചില്ലേലും വെള്ളം കണ്ട വെള്ളം ഉണ്ടാകും. വെള്ളമുണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും സുഖവും കൊടുക്കത്തില്ല. സുഖത്തിൻ്റെ കൂടെ ദുഃഖവും എല്ലാം കൊടുക്കും. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തി നമ്മളെ ജോലിയാക്കി, പെണ്ണാണെങ്കിൽ അതിനെ കെട്ടിച്ച് വിട്ട്, ആൺപിള്ളേരാണെങ്കിൽ അതിനെ കെട്ടിച്ച് എല്ലാം അവസാനം സ്നേഹമുള്ള പിള്ളേരുമുണ്ട്, സ്നേഹമില്ലാത്ത പിള്ളേരുമുണ്ട്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അത് അതുങ്ങൾക്ക് തോന്നണം നമ്മളൊരു സ്നേഹം വേണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊള്ളാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അവർ നമ്മൾ പറയും, അമ്മമാർ പറയുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ അമ്മമാർ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് എതിരാണ്. അങ്ങനെയല്ല. ഒരിക്കലും ഒരു അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാകാത്ത ആ സ്നേഹം അമ്മമാർക്ക് മക്കളോട്. മക്കൾക്കില്ലേലും കുഴപ്പമില്ല, പക്ഷെ അമ്മമാർക്ക് മക്കളെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റത്തില്ല. അതേപോലെ സ്നേഹമാണ്. മക്കളത് മനസ്സിലാക്കി എല്ലാ വീടുകളിലും അത് മുന്നോട്ട് കൊണ്ടുപോയാൽ അതെല്ലാവർക്കും മക്കൾക്കും നല്ലതാണ്, അതിൻ്റെ മക്കൾക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതൊക്കെയുള്ളൂ എനിക്കിപ്പോൾ പറയാനുള്ളത്. മക്കൾ സന്തോഷമായിട്ട് എല്ലാവരും നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുക. എല്ലാ മക്കളും അമ്മമാർക്കും അമ്മമാരെ സ്നേഹമുണ്ട്. കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയ്ക്ക് പകരം വെക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ല. അമ്മ മാത്രമേ ഉള്ളൂ. ഒരമ്മയെന്ന് പറഞ്ഞാൽ ഒരമ്മയാകണം, എങ്കിലേ അത് മനസ്സിലാകും. അതുകൊണ്ട് എല്ലാ മക്കളും അമ്മമാരെ സ്നേഹിക്കുക. അമ്മമാർ മക്കളെ സ്നേഹിക്കുക, മക്കൾ അമ്മമാരെ സ്നേഹിക്കുക, മരുമക്കളെ സ്നേഹിക്കുക. എല്ലാവരെയും നമ്മൾ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എൻ്റെ കാര്യം അവിയൽ ഇളക്കുക. അവിയൽ ഓൾമോസ്റ്റ് പാകമായി. എല്ലാ കഷ്ണം ഇടാം. ക്യാബേജും ഒന്നും ഇടരുത്. ബാക്കി അവിയലിനകത്തിൽ എല്ലാ കഷ്ണങ്ങളും പടവലങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, എല്ലാ സാധനവും, ചേന, ചേമ്പ്. ചിലയിടത്തൊന്നും ചേമ്പ് ചിലരിടത്തില്ല, ഉരുളൻകിഴങ്ങിടത്തില്ല. ഞങ്ങളിതെല്ലാം ഇടും. ഏത്തയ്ക്ക എല്ലാം ഇട്ട് നമ്മൾ അവിയൽ വെക്കാം. കിട്ടെങ്കിലേ വെളിച്ചെണ്ണ തീർന്നായിരുന്നു. ഞാൻ ഓർത്തില്ല, അത് വാങ്ങിക്കണം. അപ്പോൾ വെളിച്ചെണ്ണ അടിയിലൊഴിച്ചാണ് വെച്ചത്. ആദ്യമേ വെളിച്ചെണ്ണയ്ക്കകത്തിലിട്ട് ഒന്ന് വഴറ്റിയിട്ടാണ് കഷ്ണങ്ങൾ വെച്ചത്. അധികം വെള്ളം ഒഴിക്കാതെ. അതിനിടയ്ക്ക് നമ്മൾ ഇതുകൂടെ ചെയ്യണം, അതേ കഴിയും പോകും. മെഴുക്ക് വരത്തി ഇപ്പോൾ സൂപ്പർ അവിയൽ റെഡി. ഇന്നത്തെ അവിയലും കൂർക്ക മെഴുക്ക് വരട്ടി, മോരുകറി ഇരിപ്പുണ്ട്, പയറുതോരൻ ഇരിപ്പുണ്ട്. എല്ലാം കൂട്ടി ഇന്ന് നമുക്ക് കഴിക്കാം. ബായ്. ഇനി മറ്റൊരു വീഡിയോ, കുക്കിംഗ് വീഡിയോ ആയി പിന്നെ കാണാം. ഓക്കെ, ബായ്.